നമ്മൾ 6th ചാപ്റ്ററിലേക്ക് പോവാണ്. 6th ചാപ്റ്ററിൻ്റെ പേരാണ് ബീർബൽ കി ഖിച്ചടി. ബീർബലിൻ്റെ കിച്ചടി. കിച്ചടി എന്ന് പറഞ്ഞാൽ കഞ്ഞിയൊക്കെ പോലെയുള്ളൊരു അരിയും പയറും ഒക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. അക്ബർ കെ ദർബാർ മേ അനേക വിദ്വാൻ ഥേ. അക്ബർ അല്ലെങ്കിൽ ബാദ്ഷാ ഇത് പഴയ കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ കുറേ വിദ്വാൻമാരുണ്ടായിരുന്നു. വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ പല കഴിവുകളുമുള്ള ആൾക്കാർ, മന്ത്രിമാരും വിദൂഷകന്മാരും പിന്നെ ഉപദേശികളും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ബീർബൽ ഉനീമേസെ ഏക്. അതിലൊരാളായിരുന്നു ബീർബൽ. വേ അപ്നി ചതുരായി കെ ലിയെ ബഡേ പ്രസിദ്ധ ഥേ. ബീർബൽ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെപ്പറ്റി നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം, അത്രയും ഫേമസ് ആയിരുന്നു. अपनी चतुराई से वे बादशाह को भी हरा देते थे. ബീർബൽ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ബാദ്ഷാ എന്ന് പറഞ്ഞല്ലോ അക്ബർ രാജാവിനെ പോലും തോൽപ്പിക്കാറുണ്ടായിരുന്നു. അക്ബർ और ബീർബൽ के बारे में अनेक कहानियां प्रसिद्ध है. അക്ബറിനെയും ബീർബലിനെയും പറ്റി വളരെ ഫേമസ് ആയിട്ടുള്ള കുറേ കഥകളുണ്ട്. ലോഗ് ഉന്നെ ബഡേ ചാവ്സെ സുനത്തെ സുനാത്തെ ഹേ. പഴയ കാലത്തുണ്ടായിരുന്ന രാജാവല്ലേ അക്ബർ. അതിനുശേഷവും എല്ലാ കാലത്തും ആൾക്കാർ അവരെ പറ്റിയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടും. അതേപോലെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇഷ്ടപ്പെടും. അങ്ങനെയാണല്ലേ ഇപ്പം നമ്മളും ഈ കഥ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഏക് ബാർ കി ബാത് ഹൈ. വൺസ് അപ്പോൺ എ ടൈം, അതായത് പണ്ടൊരിക്കൽ അക്ബർ കിസി ഗാവ് സെ ഹോക്കർ ജാ രഹേ ഥേ. രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ഏതോ ഒരു ഗ്രാമത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു. സർദി കെ ദിൻ ഥേ. ഏത് കാലാണ്? തണുപ്പ് കാലത്താണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. गांव के लोग आग जलाकर उसके चारों ओर बैठे बातें कर रहे थे. ഗ്രാമത്തിലുള്ള ആൾക്കാർ ആഗ് ജലാക്കർ, തീയൊക്കെ കൂട്ടി, തണുപ്പ് കാലത്തല്ലേ അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി മരക്കഷ്ണങ്ങളൊക്കെ ഇട്ട് തീയൊക്കെ കൂട്ടി അതിൻ്റെ ചുറ്റും ഇരുന്നിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ കണ്ടില്ലേ, തീ കൂട്ടി അതിൻ്റെ ചുറ്റും ഇരുന്ന് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. जब बादशाह अपने साथियों के साथ वहाँ पहुँचे तो एक व्यक्ति कह रहा था कि मैं यमुना के पानी में रात भर खड़ा रह सकता हूँ. അങ്ങനെ രാജാവ് നടന്ന് ഈ സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിലെത്തി. അപ്പോൾ അതിൽ ഒരു വ്യക്തി, ഏക് വ്യക്തി കഹ്റഹാദ, അവർ ആ ഒരു വ്യക്തി മറ്റുള്ളവരോട് പറയുന്നത് കേട്ടു. എന്താ പറയുന്നത്? ഞാൻ രാത്രി മുഴുവൻ യമുനാ നദിയിലെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ എനിക്ക് പറ്റും. തണുപ്പ് കാലമാണ്, യമുനാ നദിയിലെ വെള്ളത്തിന് എന്ത് തണുപ്പായിരിക്കും അല്ലേ രാത്രിയൊക്കെ. നമുക്കൊന്നും തൊടാൻ പോലും പറ്റൂല, ഇത്രയും ഐസ് വാട്ടർ പോലെയായിരിക്കും പോകുന്നുണ്ടാവുക. അയാൾ പറയാ, എനിക്ക് രാത്രി മുഴുവൻ അതിലിറങ്ങിയിട്ട് ഇങ്ങനെ രാവിലെ വരെ നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അക്ബർ കോ ഇസ് ബാത് കാ വിശ്വാസ് നഹീ ഹുവാ. ഇത് കേട്ടപ്പം അക്ബർ വിചാരിച്ചു, ഈ പറയുന്നതൊക്കെ ശരിയായിരിക്കുമോ? അദ്ദേഹത്തിന് തീരെ വിശ്വാസം വന്നില്ല. ഉന്നോനെ उस व्यक्ति से कहा कि यदि तुम सारी रात पानी में खड़े रहे तो मैं तुम्हें ढाई बार मोहरों इनाम में दूंगा. ഇത് കേട്ട് വിശ്വാസം വരാത്ത അക്ബർ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, നീ അഥവാ രാത്രി മുഴുവൻ യമുനയിലെ വെള്ളത്തിൽ നിന്നാൽ നിനക്ക് ഞാൻ ഒരു വലിയ കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങളും പൈസയും ഒക്കെ സമ്മാനമായി തരും എന്ന് പറഞ്ഞു. വഹ് മാൻ ഗയ. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അഗ്ലി രാത് വഹ് വ്യക്തി യമുന കെ ठंडे जल में पूरी रात खड़ा रहा. അഗ്ലി രാത്, അടുത്ത രാത്രിയിൽ ആ ഒരു വ്യക്തി യമുനയ്ക്ക് ഠണ്ടേ ജൽമേം, യമുനയുടെ തണുത്ത വെള്ളത്തിൽ പൂരി രാത്ത്, മുഴുവൻ രാത്രിയും ഇറങ്ങി നിന്നു. കണ്ടോ നിൽക്കുന്നത്? അയാൾ രാത്രി മുഴുവൻ ഈ വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രാത് എന്ന് പറഞ്ഞാൽ മോർണിംഗ്. വഹ് ബാദ്ഷാ കെ ദർബാർ മേ ആയ.
രാവിലെ തന്നെ രാത്രി മുഴുവൻ അങ്ങനെ നിൽക്കാനല്ലേ എൻ്റെ അടുത്ത് രാജാവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിന്നാൽ എനിക്ക് ഒരു കിഴി നിറയെ സ്വർണവും പൈസയും ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ആയപ്പോൾ അയാൾ വേഗം രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ബാദ്ഷാനെ ആശ്ചര്യസെ പൂച്ച, അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ട് ഭയങ്കര അത്ഭുതത്തോടെ ചോദിച്ചു, തും ഇത്തനെ സർദി മേ സാരി രാത് പാനി മേ കേസെ ഖടേ രഹേ, നീ ഇത്ര തണുപ്പത്ത് ഫുൾ രാത്രി വെള്ളത്തിൽ എങ്ങനെ നിന്നു? ഉസ്നെ നമ്രദാസെ ഉത്തർ ദിയ, രാജാവല്ലേ, നമ്രദാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റോടെ ഉത്തർ ദിയ, ഉത്തരം പറഞ്ഞു. മഹാരാജ്, ആപ്കെ രാജ്മഹൽ സെ ദീപക് കാ പ്രകാശ് ആ രഹാ താ. അയാളെന്താ പറഞ്ഞത്? രാജാവേ, അങ്ങയുടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളക്കിൻ്റെ പ്രകാശം വരുന്നുണ്ടായിരുന്നു, വെളിച്ചം വരുന്നുണ്ടായിരുന്നു. മേ ഉസെ ദേഖ്തേ ഹുയേ സാരി രാത് പാനി മേ ഖടാ രഹാ, ഞാൻ അത് നോക്കിക്കൊണ്ട് രാത്രി മുഴുവൻ വെള്ളത്തിലിറങ്ങി നിന്നു. കണ്ടോ, ദൂരെ കൊട്ടാരത്തിൽ ഒരു സ്ഥലത്തൊരു വിളക്ക് കത്തിച്ച് വച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ ഇയാൾ വെള്ളത്തിലിറങ്ങിയിട്ട് അതിലേക്ക് തന്നെ നോക്കി ഇരുന്നതായിരുന്നു രാത്രി മുഴുവൻ. बादशाह ने कहा, तो तुम मेरे दीपक के गर्मी के कारण से सर्दी से बच सके. അപ്പൊ രാജാവ് എന്താ പറഞ്ഞതെന്ന് അറിയോ? അപ്പൊ എൻ്റെ വിളക്ക് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നിനക്ക്, അതിൻ്റെ ചൂട് കൊണ്ടാണ് നിനക്ക് രാത്രി മുഴുവൻ അവിടെ നിൽക്കാൻ പറ്റിയതല്ലേ. തുമെ കോയി ഇനാം നേ ദിയാ ജായേഗ, നിനക്ക് ഞാൻ ഒരു സമ്മാനവും തരൂല. കാരണം എന്താ, നീ അവിടെ നിന്നപ്പോൾ എൻ്റെ കൊട്ടാരത്തിലെ വിളക്കിൻ്റെ ചൂടുകൊണ്ടല്ലേ നിനക്ക് അവിടെ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ നിനക്ക് ഒരു സമ്മാനവും തരില്ല എന്ന് പറഞ്ഞു. വഹ് ബഹുത് ദുഃഖി ഹുവാ ഓർ ഉദാസ് ഹോക്കർ ചലാ ഗയാ, അയാൾ വളരെ ഭയങ്കര ദുഃഖിയായി, ഭയങ്കര സങ്കടം വന്നു. ഓർ ഉദാസ് ഹോക്കർ, വിഷമിച്ചിട്ട് ഹോക്കർ ചലാ ഗയാ, അവിടെ നിന്ന് പോയി. ഉസ് സമയം ബീർബൽ ബി ദർബാർ മേ ഉപസ്ഥിത് ഥേ, ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ രാജകൊട്ടാരത്തിലുള്ള ദർബാറിൽ ബീർബലും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഉന്നോനെ സോച്ച, ബീർബൽ വിചാരിച്ചു, ഇസ് ദുഃഖി വ്യക്തിക്ക് സഹായത കർണി ചാഹിയേ, ഈ വിഷമിച്ച് പോയിരിക്കുന്ന ഈ ആളുടെ സഹായം ചെയ്യണം. കാരണം എന്താ, രാജാവ് അയാളോട് ചെയ്തത് ശരിയാണോ? അല്ല, അയാൾ കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ആ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിന്നതാണ്. എന്ത് പ്രതീക്ഷയിൽ? രാജാവ് പിറ്റേന്ന് രാവിലെ അയാൾക്ക് സമ്മാനം കൊടുക്കുന്നുള്ള പ്രതീക്ഷയിൽ. ദൂരെ കത്തിച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ വിളക്കിൽ നിന്ന് ആർക്കെങ്കിലും ചൂട് കിട്ടുമോ? ഇല്ല അല്ലേ. അതൊന്നും ആലോചിക്കാതെ രാജാവ് പറഞ്ഞു, നീ വേഗം പോയിക്കോ, നിനക്കൊരു സമ്മാനവും ഇല്ല എന്ന്. ഇത് കേട്ടപ്പോൾ ബീർബലിന് വിഷമായി. ബീർബലിന് മനസ്സിലായി രാജാവ് ചെയ്തത് ശരിയായില്ല, അയാളെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ഉള്ളിൽ മനസ്സിൽ കരുതി. ദൂസരേ ദിൻ ബീർബൽ ദർബാർ മേ നീ ആയേ, തൊട്ടടുത്ത ദിവസം രാജാവിൻ്റെ കൊട്ടാരത്തിൽ ദർബാറിൽ എല്ലാ മന്ത്രിമാരും രാജാവും എല്ലാവരും കൂടി ഡെയിലി ചർച്ചയൊക്കെ നടത്തൂലേ, അവർ പല പല ഡിസ്കഷൻസും നടത്തും. അതിനുവേണ്ടി ബീർബൽ വന്നില്ല, ബീർബൽ ദർബാറിലേക്ക് വന്നില്ല. അക്ബർ കോ ചിന്ത ഹുയി കി കൈ ബീർബൽ ബീമാർ തോ നഹീ പഡ് ഗയേ. അക്ബർ വിചാരിച്ചു, ബീർബൽ എന്താ വരാത്തത്, കൈ ഉസ്കോ ബീമാർ തോ നഹീ പഡേ. അതായത് ബീമാർ എന്ന് പറഞ്ഞാൽ അസുഖം വരിക, ഇനി ബീർബലിന് എന്തെങ്കിലും അസുഖം വന്നോ എന്ന് വിചാരിച്ചു. ഉനോനെ ബീർബൽ ബുലാവ ബേജ, രാജാവ് ബീർബലിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശം അയച്ചു, ഒരു മെസ്സേജ് അയച്ചിട്ട് കൊട്ടാരത്തിൽ ഒരാളെ അങ്ങോട്ട് വിട്ടു. ബീർബലിനെ കഹൽവായാക്കി മേ ഖിച്ചടി പക്കാ രഹാ ഹൂം. ആരാണോ സന്ദേശം കൊണ്ട് അവിടെ പോയത് അയാളോട് ബീർബൽ പറഞ്ഞു, ഞാൻ ഖിച്ചടി ഉണ്ടാക്കുകയാണ്. പക് ജാനെ പർ ദർബാർ മേ ഉപവിസ്ത് ഹോ ജാവുങ്ക. അത് ആ കിച്ചടി എപ്പോഴാണോ വേവുന്നത്, കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറും ദാലും അല്ലെങ്കിൽ ചോറും പയറും ഒക്കെ കൂട്ടി ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് മെസ്സേജുമായിട്ട് വന്ന ആളോട് ബീർബൽ പറഞ്ഞു, ഞാനിവിടെ കിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് വെന്ത് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞു. अगले दिन बीरबल को फिर दरबार में न देकर बादशाह ने कुछ सोचा.
അടുത്ത ദിവസവും ബീർബൽ കൊട്ടാരത്തിലേക്ക് പോയില്ല. അത് കണ്ടപ്പോൾ ബാദ്ഷാ വിചാരിച്ചു, എന്താ ബീർബൽ ഇന്നും വരാത്തത്? फिर वे बोली, चलो स्वयं ही चलकर देखें कि बीरबल कैसी खिचड़ी पका रहे हैं. കിച്ചടി റെഡി ആയി കഴിഞ്ഞാൽ അപ്പം വരും എന്നല്ലേ ബീർബൽ പറഞ്ഞത്. എന്നിട്ട് അടുത്ത ദിവസവും വന്നിട്ടില്ല. എന്നിട്ട് വരൂ, എൻ്റെ കൂടെ വരൂ, നമുക്ക് സ്വയം ഹീ ചൽക്കർ, നേരിട്ട് പോയിട്ട് നോക്കാം ബീർബൽ എങ്ങനെയാണ് खिचड़ी ഉണ്ടാക്കുന്നതെന്ന്. जब बादशाह बीरबल के यहाँ पहुँचे तो उन्होंने देखा कि एक बहुत लंबे बांस के ऊपरी सिरे पर एक हांडी लटकी हुई है. രാജാവ് നേരിട്ട് ബീർബൽ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ രാജാവ് കണ്ട കാഴ്ച എന്താണ്? നീളത്തിലുള്ള മുടവടി കൊണ്ട് കൂട്ടി കെട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ചെറിയ ഹാൻഡി കണ്ടോ? ഈ ഒരു കുടത്തിനാണ് പറയുന്നത് ഹാൻഡി. ലടക്കി ഹുയി ഹേ, അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഹാൻഡി സെ ബഹുത് നീച്ചെ ഭൂമി പർ ബഹുത് തോടി സി ആഗ് ജൽ രഹി ഹേ. ഈ ഒരു ഹാൻഡിയുടെ കുറേ താഴെയായിട്ട് ഭൂമിയിൽ മണ്ണിൽ ഒരു കുറച്ച് മാത്രം ചെറിയ രീതിയിൽ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആഗ് ജൽ രഹി ഹേ. ബാദ്ഷാനെ ഹൈരാനി സെ പൂച്ച. ബാദ്ഷാ ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു അത്ഭുതത്തോടെ ആയിട്ട് ചോദിച്ചു, ബീർബൽ ഭലാ യേ കിച്ചടി കേസേ പക് സക്തി ഹേ? ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ കിച്ചടി എങ്ങനെയാ വെന്ത് കിച്ചടിയായി മാറുക? ഹാൻഡി തോ ആഗ് സേ ബഹുത് ദൂർ ഹേ. ഈ ഒരു കുടം തീയിൽ നിന്ന് എത്ര ദൂരെയാണുള്ളത്? അപ്പം എങ്ങനെയാണ് ഈ കിച്ചടി പാകമാവുക? ബീർബലിനെ ഉത്തർ ദിയ. ബീർബൽ ഉത്തരം പറഞ്ഞു, ഹുസൂർ. ഹുസൂർ എന്ന് പറഞ്ഞാൽ രാജാവിനൊക്കെ റെസ്പെക്റ്റോടെ വിളിക്കുന്ന ഒരു പേരാണ് കേട്ടോ, ഹുസൂർ. അഗർ വ വ്യക്തി അഥവാ ആ ഒരു വ്യക്തി രാജ്മഹൽ കെ ദീപക് കി, രാജകൊട്ടാരത്തിലെ വിളക്കിൻ്റെ ഗർമി കെ സഹാരെ, ചൂടുകൊണ്ട് സാരി രാത് ഠണ്ഡേ പാനി മേ ഖടാ രഹ സക്താ ഹേ. ആ ഒരു ചൂടുകൊണ്ട് രാത്രി മുഴുവൻ തണുത്ത വെള്ളത്തിൽ സുഖമായിട്ട് അയാൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ തോ ഇസ് ആഗ് സെ മേരി കിച്ചടി ക്യൂ നഹീ പക് സക്തി. അപ്പോൾ പിന്നെ ഈ ഒരു തീ കൊണ്ട് എന്തുകൊണ്ട് എൻ്റെ കിച്ചടി വെന്ത് കിച്ചടിയായി മാറാത്തത്? അക്ബർ കോ ബാത് സമജ് മേ ആ ഗയാ. അപ്പോഴാണ് അക്ബറിന് കാര്യം മനസ്സിലായത്, ഞാൻ എന്തൊരു മണ്ടത്തരാ ചെയ്തത്, ഞാൻ ആ സമയത്ത് അങ്ങനെ പെരുമാറിയത് ശരിയായില്ല എന്ന് പെട്ടെന്ന് തന്നെ ബീർബലിൻ്റെ ഉത്തരം കേട്ടപ്പോൾ അക്ബറിന് മനസ്സിലായി. ഉന്നോനെ ദൂസരെ ദിൻ ഉസ് വ്യക്തി കോ ദർബാർ में बुलाया और बड़े सम्मान के साथ उसे मोहरों की थैली भेंट कर दी. അടുത്ത ദിവസം തന്നെ ആൾക്കാരെ വേറെ ആരെയോ വിട്ടിട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ഏറ്റവും റെസ്പെക്റ്റോടെ തന്നെ ബഡേ സമ്മാൻ കെ സാത്ത്, വളരെ റെസ്പെക്റ്റോടെ അയാൾക്ക് ആ ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയങ്ങളും പൈസയും ഒക്കെ കൊടുത്തു. മൊഹരോം കി ധൈലി എന്ന് പറഞ്ഞാൽ ഇതാ സ്വർണ്ണ നാണയങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു കിഴി സമ്മാനമായിട്ട് നൽകി. അപ്പോൾ ഈ സ്റ്റോറി ഇവിടെ കഴിയാണ്. നല്ല സ്റ്റോറിയാണല്ലേ? എന്തായിരുന്നു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നത്? അതെ, ഒരു ദിവസം രാജാവ് ഒരു ഗ്രാമത്തിൽ കൂടി പോകുമ്പോൾ ഒരു തീയുടെ ചുറ്റും കുറേ പേരിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. അതിലൊരാൾ പറഞ്ഞു, എനിക്ക് രാത്രി മുഴുവൻ യമുനയിലെ വെള്ളത്തിലിറങ്ങി ആ തണുത്ത വെള്ളത്തിലിറങ്ങി നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോഴോ രാജാവിന് അതൊട്ടും വിശ്വാസമായില്ല. രാജാവ് അവിടേക്ക് ചെന്നിട്ട് അയാളോട് ചോദിച്ചു, നീ ഈ തണുത്ത വെള്ളത്തിൽ രാത്രി മുഴുവൻ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു കിഴി നിറയെ സ്വർണ്ണ നാണയം സമ്മാനമായി തരുന്നു. അയാൾക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അയാൾ അടുത്ത ദിവസം തന്നെ യമുനയിൽ രാത്രി മുഴുവൻ വെള്ളത്തിലിറങ്ങി നിന്നു. രാവിലെ ആയപ്പോൾ നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ ആ രാത്രി മുഴുവൻ വെള്ളത്തിൽ നിന്നു, എനിക്ക് ഇനി എൻ്റെ സമ്മാനം തരൂന്ന്. അപ്പോൾ രാജാവ് ചോദിച്ചു, നീ എങ്ങനെയാണ് രാത്രി മുഴുവൻ അവിടെ നിന്നത്? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ദൂരെ കൊട്ടാരത്തിൽ ഒരു വിളക്കിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നു, ഞാൻ അതിൽ തന്നെ നോക്കി നിന്നു, അപ്പോൾ എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല എന്ന്. ഇത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഓഹോ, അപ്പോൾ കൊട്ടാരത്തിലെ വിളക്കിൻ്റെ ചൂടുകൊണ്ടാണ് നീ അവിടെ നിന്നത്, അപ്പം നിനക്ക് എന്തൊക്കെ പ്രത്യേകതയുള്ളത്? ഒന്നുമില്ല, നിനക്ക് സമ്മാനവും തരില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന ബീർബലിന് മനസ്സിലായി രാജാവ് ഇപ്പം പറഞ്ഞത് ശരിയായില്ല എന്ന്.
അപ്പോൾ ബീർബൽ എന്ത് ചെയ്തു? പിറ്റേന്ന് കൊട്ടാരത്തിലേക്ക് വന്നില്ല. ബീർബലിനെ കാണാതായപ്പോൾ അക്ബർ ചോദിച്ചു, ബീർബൽ എവിടെ പോയി? അയാൾ എന്താ വരാത്തതെന്ന് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഒരാളെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ബീർബൽ പറഞ്ഞു, ഞാൻ കിച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇത് കഴിഞ്ഞ പാടെ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് വരാം. പിറ്റേന്നും ബീർബൽ വരാത്തപ്പം രാജാവ് വിചാരിച്ചു, ഇതെന്താ ബീർബലിൻ്റെ കിച്ചടി ഇതുവരെ റെഡി ആയില്ലേ, എന്നാൽ നേരിട്ട് തന്നെ ഒന്ന് പോയി നോക്കാം. നേരിട്ട് പോയപ്പോൾ കണ്ടത് എന്താ? വലിയൊരു കോലിൻ്റെ മുകളിലായിട്ടൊരു കുഞ്ഞിക്കുടം കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അരിയും ദാലും വെള്ളവും ഒക്കെ ഒഴിച്ചും വെച്ചിട്ടുണ്ട്. എന്നിട്ടോ താഴെ നിലത്ത് വളരെ കുറച്ച് തീയും കത്തിച്ചിട്ടുണ്ട്. അപ്പം രാജാവ് ചോദിച്ചു, ഈ ഒരു തീ കൊണ്ട് എങ്ങനെയാണ് ഇത് കിച്ചടിയായി മാറുക? ഇത് തീ വളരെ ദൂരത്തിലല്ലേ, ആ ഒരു പോട്ടെടുത്ത് താഴേക്ക് വെക്കൂ, അപ്പോഴല്ലേ കിച്ചടി ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ പറഞ്ഞു, അന്ന് ആ വ്യക്തിക്ക് യമുനയിൽ കൊട്ടാരത്തിലുള്ള വിളക്കിൻ്റെ ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാ ഈ ഒരു തീ കൊണ്ട് ഈ കിച്ചടി ഉണ്ടാവാത്തത്? ഇത് കേട്ടതും രാജാവിന് കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് തെറ്റും മനസ്സിലായി. അദ്ദേഹം വേഗം ആ ഒരു വ്യക്തിനെ വിളിച്ച് പിറ്റേന്ന് തന്നെ സ്വർണ്ണക്കിഴികൾ സമ്മാനമായി നൽകി. നല്ല സ്റ്റോറിയാണല്ലേ? നമുക്ക് എക്സസൈസിലേക്ക് പോവാം. आप सर्दी को कम करने के लिए क्या क्या उपाय करते हैं? നിങ്ങൾ തണുപ്പ് കാലത്ത് തണുപ്പ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? നിങ്ങൾ ചിലപ്പോൾ റൂമിൽ ഹീറ്റർ ഓൺ ആക്കും, സ്വെറ്റർ ഇടും, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാറുള്ളതെന്ന് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. अपने द्वारा किए गए सबसे कठिन काम का अनुभव बताइए. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാലം ചെയ്തതിലും വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്ന ഒരു ജോലി എന്താണെന്ന് പറയണം. അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ? आपके अनुसार पकाने के लिए बर्तन से आग कितनी दूर होनी चाहिए? ബീർബൽ എങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കാൻ നോക്കിയത്? താഴെ തീ വെച്ചു, മുകളിൽ പാത്രം വെച്ചു. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാ പാത്രം തീൻ്റെ എത്ര അടുത്താണ് വെക്കാറെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുമ്പോൾ ഉത്തരം പറയണം കേട്ടോ. ക്യാ ആപ്നെ കബി ഖിച്ചടി ഗായി ഹേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഖിച്ചടി കഴിച്ചിട്ടുണ്ടോ? ക്യാ ആപ്കോ പതാ ഹേ കി ഇസെ कैसे बनाया जाता है? എങ്ങനെയാണ് കിച്ചടി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വീട്ടിൽ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. അപ്പം നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചർ ചോദിക്കുമ്പോൾ പറയാൻ പറ്റും. ഓക്കെ? അടുത്തത്, സോച്ചിയെ ഓർ ലിഖിയെ. ബീർബൽ കിസ് ലിയെ പ്രസിദ്ധ ഥേ? എന്തായിരുന്നു ആൻസർ? ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ബീർബൽ അപ്നി ചതുരായി കെ ലിയെ പ്രസിദ്ധ ഥേ. ബീർബൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തി കാരണമായിരുന്നു ഭയങ്കര പ്രസിദ്ധമായത്. വഹ വ്യക്തി പൂരി രാത് പാനി മേ കേസാ ഖടാ രഹാ? ആ ഒരു വ്യക്തി ഫുൾ നൈറ്റും എങ്ങനെയായിരുന്നു വെള്ളത്തിൽ നിന്നത്? വഹ വ്യക്തി രാജ്മഹൽ കെ ദീപക് കെ പ്രകാശ് കോ ദേഖ്തേ ഹുയെ പൂരി രാത് പാനി മേ ഖടാ രഹാ. രാജ്മഹൽ എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരം. രാജകൊട്ടാരത്തിലെ വിളക്കിൻ്റെ പ്രകാശം നോക്കിക്കൊണ്ടായിരുന്നു രാത്രി മുഴുവൻ അവിടെ നിന്നത്. ബാദ്ഷാ കോ ഉസ് വ്യക്തി കി ബാത് പർ ക്യോ ആശ്ചര്യ ഹുവാ? ബാദ്ഷയ്ക്ക് ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യം കേട്ടപ്പം എന്തുകൊണ്ടായിരുന്നു ഒരു അത്ഭുതം തോന്നിയത്? बादशाह को आश्चर्य हुआ कि वह व्यक्ति इतनी सर्दी में सारी रात ठंडे पानी में कैसे खड़ा रह सका. അപ്പോൾ ബാദ്ഷ എന്താ വിചാരിച്ചത്? ഒരാൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇത്ര തണുപ്പുള്ള രാത്രിയിൽ ഇത്രയും തണുത്ത ഐസ് വാട്ടർ പോലത്തെ വെള്ളത്തിൻ്റെ അകത്ത് ആർക്കെങ്കിലും രാത്രി മുഴുവൻ നിൽക്കാൻ പറ്റുമോ എന്ന് ബാദ്ഷയ്ക്ക് ഭയങ്കര അത്ഭുതമായി. बादशाह ने अगले दिन उस व्यक्ति को इनाम क्यों नहीं दिया? അയാൾ രാത്രി മുഴുവൻ വെള്ളത്തിൽ നിന്നിട്ടും അടുത്ത ദിവസം ബാദ്ഷാ എന്തുകൊണ്ടാണ് നൽകാഞ്ഞത്? बादशाह ने सोचा कि वह दीपक की गर्मी के कारण सर्दी में बचा रहा. ബാദ്ഷ എന്താ വിചാരിച്ചത്? ദീപക് കി ഗർമി,
ആ ഒരു വിളക്കിൻ്റെ ചൂട് കാരണമാണ് അയാൾക്ക് അതിൽ നിൽക്കാൻ പറ്റിയത്. അപ്പോൾ അയാൾക്ക് രാത്രി തണുത്തൊന്നുമില്ല, അയാൾക്ക് നല്ല ചൂടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ബാച്ച സമ്മാനം കൊടുക്കാണ്ടിരുന്നത്. ബീർബലിനെ ഉസ് വ്യക്തിക്ക് സഹായത कैसे की? ബീർബൽ ആ ഒരു വ്യക്തിയെ എങ്ങനെയാ സഹായിച്ചത്? बीरबल ने एक ऊंचे बांस पर हाथी लटकाकर और नीचे थोड़ी सी आग जलाकर यह समझाया कि दीपक की गर्मी से सर्दी से बचना असंभव है. വലിയൊരു വടി കൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് മുകളിലൊരു ഹാൻഡി ലഡ്കാക്കർ അവിടെ തൂക്കിയിട്ടിട്ട് ഇത്രയും അടിയിൽ തീയും കത്തിച്ച് വെച്ചിട്ട് ഈ ഒരു തീ കൊണ്ട് ആ ഒരു കിച്ചടി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ദൂരെയുള്ള രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്ന ചെറിയ ചൂട് കൊണ്ട് ഒരാൾക്ക് വെള്ളത്തിൽ എന്തായാലും ചൂട് കിട്ടി നിൽക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ആ വ്യക്തിയെ സഹായിച്ചത്. പഠിയേ സമझिए और चिन्हित शब्दों के विपरीत शब्द लिखिए. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വിപരീത് ശബ്ദ്. വിപരീത് ശബ്ദം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക. जब बादशाह बीरबल के यहाँ पहुंची तो उन्होंने देखा कि एक लंबे बांस के ऊपरी सिरे पर एक हांडी लटकी हुई है. ഇത് നേരത്തെ ചാപ്റ്ററിൽ വായിച്ചതാണ്. രാജാവ് ബീർബലിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ ഒരു കോലിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയ ഒരു കുടം കണ്ടു. हांडी से बहुत नीचे भूमि पर बहुत थोड़ी सी आग जल रही थी. അതിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ താഴെ മണ്ണിൽ കുറച്ച് മാത്രം തീ കത്തുന്നുണ്ടായിരുന്നു. ബാദ്ശാനെ हैरानी से पूछा, बीरबल भला ये खिचड़ी कैसे पक सकती है? ഈ ഒരു കിച്ചടി എങ്ങനെ പാകമാവും? ഹാൻഡി തോ ആഗ് സെ ബഹുത് ദൂർ ഹേ. ഒരു കുടം തീയിൽ നിന്ന് വളരെ ദൂരത്താണല്ലോ എന്ന്. നമ്മുടെ വാക്കുകൾ ഏതൊക്കെയാണ്? ലംബേ, ലംബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളമുള്ള. ഏക്, ഏക് എന്ന് പറഞ്ഞാൽ ഒന്ന്. നീച്ചേ, നീച്ചേ എന്ന് പറഞ്ഞാൽ താഴെ. ബഹുത്ത്, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം. ദൂർ, ദൂർ എന്ന് പറഞ്ഞാൽ ദൂരം. അപ്പം ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ്സ് എന്താണെന്ന് നോക്കിയാലോ. ലംബേ നമ്മൾ പറഞ്ഞു, ലംബേ എന്ന് പറഞ്ഞാൽ നീളമുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ചോട്ടെ, വലിയതും ചെറുതും. ചോട്ടെ എന്ന് പറഞ്ഞാൽ ചെറുത്. ഏക്, ഏക്കിൻ്റെ ഓപ്പോസിറ്റാണ് അനേക്. നീച്ചെ ഊപ്പർ, താഴെ മുകളിൽ. ബഹുത്, തോട, ബഹുത് എന്ന് പറഞ്ഞാൽ കുറേ, തോട എന്ന് പറഞ്ഞാൽ കുറച്ച്. ദൂർ, പാസ്, ദൂരത്തിലാണ്. പാസ് എന്ന് പറഞ്ഞാൽ അടുത്താണ്. ഓക്കെ. വാക്യക്കോ സഹി കർക്കെ ലിഖിയേ. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ കറക്റ്റാക്കി എഴുതണം. ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണ്. അത് ശരിയാക്കി എഴുതണം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അക്ബർ കെ ദർബാർ അനേക് വിദ്വാൻ ധേ. ഇവിടെ ദർബാർ മേം കണ്ടോ, മേം മിസ്സിംഗ് ആണ്. അക്ബറിൻ്റെ ദർബാറിൽ അനേക് വിദ്വാൻ ധേ. अकबर और बीरबल के बारे अनेक कहानियाँ प्रसिद्ध है. ബീർബൽ കെ ബാരെ മേം, ഇവിടെ ഒരു മേം മിസ്സിംഗ് ആണ് അല്ലേ. അക്ബർ और बीरबल के बारे में अनेक कहानियाँ प्रसिद्ध है. ഇനി ഇതേപോലെ 3 സെന്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെയും കറക്റ്റ് ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. गांव लोग आग जलाकर उसके चारों ओर बैठे बातें कर रहे थे. गांव लोग അല്ല, गांव के लोग, ഗ്രാമത്തിലെ ആളുകൾ. उन्होंने सोचा इस दुखी व्यक्ति सहायता करनी चाहिए. उन्होंने सोचा इस दुखी व्यक्ति की सहायता करनी चाहिए. व्यक्ति की सहायता करनी चाहिए. बीरबल कहलवाया कि मैं खिचड़ी पका रहा हूँ, पक जाने पर दरबार में उपस्थित हो जाऊँगा. बीरबल
कहलवाया അല്ല ബീർബൽ ने कहलवाया की ബീർബൽ ने ഈ സെൻറ്റൻസുകൾ വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. എവിടെയാ എന്താ മിസ്സിംഗ് എന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. वर्ग पहेली में खाने की वस्तुएं ढूंढकर उन पर खेरा लगाइए. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വേർഡ് പസിലിൻ്റെ അകത്ത് കുറേ ഭക്ഷണ സാധനങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. കണ്ടുപിടിക്കാമോ? നോക്കിയേ എന്തൊക്കെയാ ഉള്ളതെന്ന്. ഫസ്റ്റ് വട. വട തന്നിട്ടുണ്ട്, അതിന് സർക്കിൾ ചെയ്തിട്ടുണ്ട്. സാമ്പാർ, രാജ്മ, चावल, डोसा, इडली, पायस, കടി. അങ്ങനെ ഇനിയും കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. കഹാനി കി ബാത്. വാക്യം. ഇവിടെ ഓരോ വാക്യങ്ങൾ തന്നിട്ടുണ്ട്. അത് കിസ്നെ കഹ, കിസ്സെ കഹ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. തും ഇത്നി സർദി മേ സാരി രാത് പാനി മേ കേസെ ഖടേ രഹേ. ഇതാരായിരുന്നു ചോദിച്ചത്? നീ എങ്ങനെയാണ് ഇത്രയും തണുപ്പിൽ രാത്രി ഫുള്ള് വെള്ളത്തിൽ നിന്നത് എന്ന്. ബാദ്ഷാ ചോദിച്ചു. ആരോടാ ചോദിച്ചത്? ഉസ് വ്യക്തി സേ. ആ കഥയിൽ പറയുന്ന ആ ഒരു വ്യക്തിയോട് ബാദ്ഷ അല്ലെങ്കിൽ അക്ബർ രാജാവാണ് ഈ കാര്യം ചോദിച്ചത്. ചലോ സ്വയം ഹി ചൽക്കർ ദേഖേ കി ബീർബൽ കേസെ ഖിച്ചടി പക്കാ രഹേ ഹേ. രാജാവ് കൊട്ടാരത്തിലിരുന്നിട്ട് കൊട്ടാരത്തിലുള്ള തൻ്റെ സാത്തിയാം ദർബാറിലുള്ള തൻ്റെ ആൾക്കാരോടായിട്ടാണ് പറഞ്ഞത്. അതും പറഞ്ഞത് ആരാണ്? രാജാവ് തന്നെയാണ്. ബാദ്ഷാനെ ഉസ് വ്യക്തി സെ കഹാ, बादशाह ने अपने साथियों से कहा. जीवों एवं वस्तुओं की विशेषताएं ध्यान पूर्वक पढ़िए व समझिए. लंगूर की पूछ लंबी है. ലങ്കൂർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് കുരങ്ങനാണ്, മങ്കിയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ലങ്കൂർ കി പൂച്ച്. ലങ്കൂർ എന്ന് പറഞ്ഞ മങ്കിയുടെ പൂച്ച്, വാല് വളരെ നീളമുള്ളതാണ്. ലംബി, നമ്മൾ നേരത്തെ വാക്ക് കണ്ടു അല്ലേ? വഹ് ലാൽ ഗുലാബ് ഹേ. ഇവിടെ ദൂരെ കാണിച്ചിരിക്കുന്നത് ഗുലാബ്, റോസ് ഫ്ലവറിനാണ് ഗുലാബ് എന്ന് പറയുന്നത്. വഹ് ലാൽ ഗുലാബ് ഹേ, അത് റെഡ് റോസ് ആണ്. ചിടിയ ചോട്ടി ഹേ. ഈ ഒരു കുഞ്ഞു കിളിയാണ് അല്ലെങ്കിൽ പക്ഷിയാണ് ചിടിയ. ചിടിയ ചോട്ടി ഹേ, വളരെ ചെറുതാണ്. ചോട്ടി. ബസ് കാ ആകാർ ബഡാ ഹേ. ഈ ബസ്സിൻ്റെ സൈസ്, ആകാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആകൃതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് ബഡാ ഹേ, വളരെ വലുതാണ്. ബഡാ ഹേ. ऊपर दिए गए वाक्यों को अपने बली प्रकार समझ लिया है. अब दिए गए वाक्यों में വിശേഷത ബതാനെ വാലെ ശബ്ദ ഭരിയേ. മുകളിൽ തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ നോക്കിയല്ലോ. ഇതിൽ ഓരോന്നിനെയും വിശേഷിപ്പിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വേർഡിനാണ് നമ്മൾ വിശേഷത ബതാനെ വാലെ ശബ്ദ് എന്ന് പറയുന്നത്. അതായത് ഡിസ്ക്രൈബിങ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിലും പറയും. ഇവിടെ നോക്കിയേ, ഈ മങ്കിയുടെ വാല് എങ്ങനെയുള്ളതാണ്? ലംബി ഹേ. അപ്പോൾ പൂച്ച് എന്ന് പറഞ്ഞ അയാളുടെ വാലാണ്. ആ വാലിനെ പറ്റി പറയുന്നതാണ് ലംബി ഹേ. റോസ്, റോസിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ലാൽ ഗുലാബ്. നമുക്ക് വെറുതെ റോസ് എന്ന് പറയാം, എന്നാൽ ലാൽ ഗുലാബ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അത് റെഡ് റോസ് തന്നെയാണ്. അടുത്തതോ ചിടിയ ചോട്ടി ഹേ. ഏതെങ്കിലും ചിടിയ എന്ന് പറയാം, അല്ല, ചോട്ടി ഹേ, ചെറിയ കിളിയാണ്. ഇവിടെ ബസ്സിൻ്റെ ഒരു ആകാർ ബഡാ ഹേ, അത് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ്. അപ്പോൾ അതേപോലെ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്തൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ? നോക്കാം. പീഹു ഏക് ഡാഷ് ലടുക്കി ഹേ. പിഹു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഡാഷ് ലടുക്കി ഹേ. ഇവിടെ തന്നിരിക്കുന്ന എന്തെങ്കിലും ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുമോ? മീട്ട,
സാഹസി. സാഹസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആണല്ലേ. നമുക്ക് വേണമെങ്കിൽ ഇതിവിടെ യൂസ് ചെയ്യാം. സാഹസി. പീഹു ഏക് സാഹസി ലഡ്കി ഹേ. അത് കറക്റ്റായിട്ട് വരും. ഗൗരവ് അപ്നെ സാത്തിയോ മേ സബ്സെ ഡാഷ് ഹേ. ഗൗരവ് തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഏറ്റവും ലംബ ഹേ, ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാണ്. പേട് കി പത്തിയാം. ഈ ഒരു പേടിൻ്റെ പത്തിയാം ഇലകൾ ഹരി ഹേ. ഹരി എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറാണ്. പേട് കി പത്തിയാം ഹരി ഹേ. ആദ്മി ഏക് ഡാഷ് ലഡ്കാ ഹേ. ഇതൊരാളുടെ പേരാണ്. അയാൾ ഒരു ഡാഷ് ലഡ്കാ ഹേ. ഇവിടെ ഇനി ബാക്കിയുള്ളത് മീഠ അച്ച. നമുക്ക് അച്ച കൊടുക്കാം. ആദ്മി ഏക് അച്ച ലഡ്കാ ഹേ. ആം ബഹുത്ത് ഡാഷ് ഹേ. ആം ബഹുത്ത് മീഠ ഹേ. നിങ്ങൾ ഈ ഒരു ഓരോ സ്ഥലത്തും ഈ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതി ഫില്ല് ചെയ്യണം കേട്ടോ. नीचे लिखे शब्दों में से जो सही शब्द है उनमें रंग भरिए. ഇവിടെ ഒരേപോലെ തന്നെ 2 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ്. സുബ. സുബ എന്ന് പറഞ്ഞാൽ എന്താ? മോർണിംഗ്. അപ്പോൾ സൂബഹ് അല്ല സുബഹ്. അപ്പോൾ ഇതാണ് കറക്റ്റ്. ഈ ഒരു സർക്കിളിൽ നിങ്ങൾ കളർ കൊടുക്കണം. വർഷ. വർഷ. വർഷ ആണ് കറക്റ്റ്. സവേര. സവേര എന്ന് പറഞ്ഞാൽ മോർണിംഗ് ആണ്. സുവേര അല്ല, സവേര. സുഞ്ച് ബൂഞ്ച്. സൂഞ്ച് ബൂഞ്ച്. സൂഞ്ച് ബൂഞ്ച് ആണ് കറക്റ്റ്. സൂഞ്ച് ബൂഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപൂർവ്വം പെരുമാറുക. ഓരോ കാര്യങ്ങളും നല്ല ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സൂഞ്ച് ബൂഞ്ച്. आइए कुछ बनाए. आइए आज एक स्वादिष्ट व्यंजन बनाते हैं जिसका नाम है ചട്പടി ബേൽപുരി. ബേൽപുരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞുതരും. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത്. മുർമുറേ. മുർമുറേ എന്ന് പറഞ്ഞാൽ പൊരിയാണ്. അരിയുടെ വെള്ള കളറിലുള്ള പൊരി കണ്ടിട്ടില്ലേ. പിന്നെ ബാരിക്കട്ട. ബാരിക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻലി ചോപ്ഡ് ആയിട്ടുള്ള, അവിടെയൊക്കെ ബാരിക്കട്ട ഉണ്ട്. പ്യാജ്, ടമാട്ടർ, ഖീര, ഹരി മിർച്ച്. പ്യാജ് എന്ന് പറഞ്ഞാൽ സവാള, ടമാട്ടർ എന്ന് പറഞ്ഞാൽ തക്കാളി, ഖീര എന്ന് പറഞ്ഞാൽ കക്കിരി, ഹരി മിർച്ച് എന്ന് പറഞ്ഞാൽ പച്ചമുളക്. നീംബു കാ രസ്, ലെമൺ ജ്യൂസ്, നമക്, സോൾട്ട്, ചാട്ട് മസാല. ചാട്ട് മസാല. ആംചൂർ. ആംചൂർ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മാങ്ങയുടെ പൊടി. ധനിയാപത്തി, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്. ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് इसको मिलाइए और चटपटी बेलपुरी बांटकर आनंद से खाइए. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്ത് സന്തോഷത്തോടെ കഴിച്ചോളൂ. पता कीजिए इस कहानी में यमुना नदी का जिक्र किया गया है. भारत की कुछ और नदियों के बारे में पता कीजिए और नाम लिखिए. ഈ ചാപ്റ്ററിൽ ഏതോ ഒരു നദിയെ പറ്റി പറഞ്ഞു. ഏതായിരുന്നു ആ നദി? യമുന നദി അല്ലേ. യമുന നദിയെ പോലെ തന്നെ ഇന്ത്യയിൽ വേറെയും നദികളുണ്ട്. ഏതൊക്കെയാണ്? 2 എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. യമുന, ഗംഗ. ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ റിവറിൻ്റെ പേരറിയോ? നിങ്ങൾക്ക് അറിയുന്ന റിവറിൻ്റെ പേരുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ച് മനസ്സിലാക്കി ഓരോ റിവറും എവിടെയാണ്, ഏത് സംസ്ഥാനത്താണുള്ളത് എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുക്കാം, പക്ഷേ നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കുന്നത് വേണം നിങ്ങളുടെ ബുക്കിൽ എഴുതാൻ. ഓക്കെ. ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്ന് കേട്ടിട്ടുണ്ടോ? കൃഷ്ണ, കാവേരി, സിന്ധു, സത്ലജ്, ഗോദാവരി. ഇതൊക്കെ ഇന്ത്യയിലുള്ള പല പല നദികളാണ്. ഇത് കുറച്ച് നദികൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇനിയും കുറേ നദികളുണ്ട്. അതേതൊക്കെയാണെന്ന് നിങ്ങൾ പേരൻസിനോട് ചോദിച്ച് ഇവിടെ എഴുതുക. ചട്പട്ട് കഹിയേ. चार चाते चाते चार चारों चक्कर खाए चार चार के 8
8 के 4 चक्कर खाए चारम चार. ഇത് ചട്പട്ട് കഹി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ വായിക്കുന്ന ഒരു ടങ് ട്വിസ്റ്ററാണ്. നിങ്ങളിത് എന്നെക്കാളും സ്പീഡിൽ വായിക്കണം. സ്പീഡിൽ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. അടുത്തത് ആയേ സുനെ കഹാനി. बीरबल की तरह एक और विद्वान तेनालीराम भी अपनी चतुराई के लिए बहुत प्रसिद्ध थे. उनके बारे में पता कीजिए और उनके किस्से पढ़कर कक्षा में अपनी साथियों को सुनाइए. അതായത് നമ്മളിപ്പോൾ ബീർബലിനെ പറ്റി പറഞ്ഞു അല്ലേ. ബീർബൽ വളരെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ചക്രവർത്തിയായിട്ടുള്ള അക്ബറിൻ്റെ കൊട്ടാരത്തിലുള്ള വളരെ ബുദ്ധിമാനായ ഒരു മന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ തെനാലിരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നു. അത് കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലുള്ള ബുദ്ധിമാനായ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കുക. പല ബീർബലിനെ പോലെ തന്നെ കുറേ സ്റ്റോറീസ് തെനാലിരാമൻ്റെയും ഉണ്ട്. വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തിയായിരുന്നു. ഏതെങ്കിലും ഒരു കഥ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിൽ പോയി ഫ്രണ്ട്സിനെയും കേൾപ്പിക്കുക, ടീച്ചർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതൊരു ലോങ് ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ടാണ് പല സമയത്തും നമ്മൾ ഫാസ്റ്റായിട്ട് പോയത്. എന്നാലും നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.